ഹായ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമുക്കടുത്ത് വരാൻ പോകുന്ന രണ്ട് LGS പരീക്ഷകൾ, ആ LGS പരീക്ഷകൾക്ക് ആവശ്യമുള്ള പൊതുജനാരോഗ്യത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് LGSന് പൊതുജനാരോഗ്യത്തിനകത്ത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, കറണ്ട് അഫയറിൽ നിന്നും പൊതുജനാരോഗ്യ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സ്ഥിരമായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വന്ന സമയം കളയണ്ട. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: വെസ്റ്റ് നൈൽ ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? അപ്പോൾ വെസ്റ്റ് നൈൽ ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ്. ശ്രദ്ധിക്കുക, 2023 വെസ്റ്റ് നൈൽ ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ആ ജില്ല ഏതാണിടാ? എറണാകുളം ജില്ലയാണെന്ന് മനസ്സിലാക്കുക. ആ എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോടൊന്ന് ശ്രദ്ധിക്കുക. കുമ്പളങ്ങി സ്വദേശിയാണ് എന്തെന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുമ്പളങ്ങി സ്വദേശിയാണ് വെസ്റ്റ് നൈൽ ബാധയ്ക്ക് കാരണമായ വ്യക്തി എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലുള്ള കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ്. അതുപോലെ വെസ്റ്റ് നൈൽ വൈറസ് ആണ് ഇതിന് കാരണമാകുന്ന വൈറസ് എന്ന് പറയുന്നത്. ഇതിന്റെ വൈറസ് എന്ന് പറയുന്നത് എന്താണ്ട? വെസ്റ്റ് നൈൽ വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ആ പേര് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ അവിടെ നമ്മളെല്ലാം മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട്. വെസ്റ്റ് നൈൽ നദി എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അതല്ല അവിടുത്തെ ഉത്തരം. നോക്കടാ, അവിടെ 1937 വൈറസ് ആദ്യമായി വേർതിരിച്ചത് ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ വെസ്റ്റ് നൈൽ, ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന ഒരു ജില്ലയുമായി ബന്ധപ്പെട്ടാണ് വെസ്റ്റ് നൈൽ പനിക്ക് ഈ ഒരു പേര് ലഭിച്ചത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ ആണോ? ഇങ്ങനത്തെ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. എബോളയുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു നമ്മളൊരു തെറ്റിക്കുന്ന ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പോയിന്റ് എടുത്തുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. വെസ്റ്റ് നൈൽ നദിയുടെ പേരല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ലഭിച്ചിട്ടുള്ളത്. വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന ഒരു ജില്ല ഉഗാണ്ടയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അസുഖത്തിന് വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന ഒരു പേര് വന്നത് എന്ന് മറക്കണ്ട. ഇനി അസുഖവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം, ഈ രോഗം ബാധിച്ച പക്ഷിയിൽ നിന്നും ക്യൂലെക്സ് കൊതുകിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്നതാണ് വെസ്റ്റ് നൈൽ പനി എന്ന് പറയുന്നത്. രോഗം ബാധിച്ച പക്ഷികളിൽ നിന്നും ആരിലേക്ക് എത്തുന്നു? നമ്മുടെ ക്യൂലെക്സ് കൊതുകിലേക്ക് എത്തുന്നു. ക്യൂലെക്സ് കൊതുകിൽ നിന്നും അത് മനുഷ്യരിലേക്ക് എത്തുന്നു. അപ്പം ക്യൂലെക്സ് എന്ന് പറയുന്ന ഒരു കൊതുകിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന ഒരു അസുഖമാണ് ഏതെന്ന് പറയുന്നത്? വെസ്റ്റ് നൈൽ എന്ന് പറയുന്ന അസുഖം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കണം, താഴെ പറയുന്നവയിൽ പകൽ സമയം കടിക്കുന്ന കൊതുക്. ആനുകാലികം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. ആനുകാലികവുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു പോകുന്നുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. താഴെ പറയുന്നവയിൽ പകൽ സമയം കടിക്കുന്ന കൊതുക് ഏത് എന്ന് ചോദിച്ചാൽ അത് ഈഡിസ് കൊതുകാണ്. ഏതാണ്? ഈഡിസ് കൊതുക്. ക്യൂലെക്സ് ഉണ്ട്, മാൻസോണിയ ഉണ്ട്, ഈഡിസ്, അനോഫിലസ് എന്നിങ്ങനെയുള്ള കൊതുകുകളുണ്ട്. അതിനകത്ത് ഈഡിസ് എന്ന് പറയുന്നത് പകൽ സമയത്ത് കടിക്കുന്ന കൊതുകാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചിന്ത വരും, ഈ കൊതുകുകളൊക്കെ അങ്ങനെ ഒരു ടൈം വെച്ചിട്ടാണോ കടിക്കുന്നത്? അതെ, അവർക്കൊരു ടൈം ഉണ്ട് മക്കളെ. നമ്മൾ 24 മണിക്കൂർ അവൈലബിൾ ആയിരിക്കും. അത് അവർക്ക് നിർബന്ധമാ. നമ്മൾ 24 മണിക്കൂർ അവൈലബിൾ ആണെങ്കിൽ അവർ സമയാസമയം അലാറം വെച്ച് വന്ന് കടിച്ചിട്ട് പൊക്കോളും. അതാണ്. അപ്പൊ പകൽ സമയം വന്ന് കടിച്ചിട്ട് പോകുന്ന കൊതുകിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഈഡിസ് എന്ന് പറയുന്ന കൊതുക്. അപ്പൊ ഈഡിസിനെ കുറിച്ചുള്ള നമുക്ക് വരാൻ സാധ്യതയുള്ള പൊതുജനാരോഗ്യത്തിലെ പോയിന്റുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോടാ. ഈഡിസ് എന്ന് പറയുന്നത് ഏതൊക്കെ അസുഖങ്ങൾക്ക് കാരണമാകും? ഒന്ന്, ഡെങ്കിപ്പനിക്ക് കാരണമാകും. രണ്ടാമത് സിക്ക എന്ന് പറയുന്ന അസുഖത്തിന് കാരണമാകുന്നു. മൂന്നാമത് ചിക്കൻ ഗുനിയയ്ക്ക് കാരണമാകുന്നു. നാലാമത് മഞ്ഞപ്പനിക്ക് കാരണമാകുന്നു. അഞ്ചാമത് റിഫ്റ്റ് വാലി എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, പലരും കേട്ടിട്ടില്ലാത്തതായിരിക്കും, പക്ഷെ അതുകൂടി പഠിച്ചു വെക്കണം. റിഫ്റ്റ് വാലിക്ക് കാരണമാകുന്നത് ഏത് എന്ന് ചോദിച്ചാലും ഈഡിസ് ആണ്. അപ്പൊ ഡെങ്കിപ്പനി, സിക്ക, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, റിഫ്റ്റ് വാലി എന്നീ അസുഖവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തു വച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി ഈഡിപ്സ് എന്ന് പറയുന്ന കൊതുകുകൾ 2 വിഭാഗത്തിലുണ്ട് പിള്ളേരെ. ഈഡിസ് കൊതുകുകൾ എത്ര വിഭാഗത്തിലുണ്ട്? 2 വിഭാഗത്തിലുണ്ട്. ഒന്നാമത്തത് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന ഒരു വിഭാഗവും രണ്ടാമത്തത് ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ട്. ഈഡിസ് കൊതുകുകൾ 2 പ്രബല കുടുംബക്കാരാണ്. ആരൊക്കെ എന്ന് പറയുന്നത്? ഒന്ന് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന വിഭാഗം, അവനെ നമുക്ക് മഞ്ഞപ്പനി കൊതുക് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തത് ഈഡിസ് ആൽബോപിക്ടസ് എന്നാണ്, അവനെ നമ്മൾ ഏഷ്യൻ കടുവ എന്നാണ് അറിയപ്പെടുന്നത്. ഏഷ്യൻ കടുവ എന്ന് പറയുന്ന വിഭാഗമാണ് ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറയുന്നത്. ഇവർ പൊതുവെ മനുഷ്യന്മാരെ
കടിക്കുന്ന സമയം എപ്പോഴാണ്? പകൽ സമയത്താണ് എന്ന് മറക്കണ്ട. അതുപോലെ ഈഡിസ് കൊതുക് ഏതൊക്കെ അസുഖങ്ങൾക്ക് കാരണമാകുന്നെന്ന് പഠിച്ചു വയ്ക്കണം. കാരണം LGS പരീക്ഷകളുടെ സ്ഥിരം ചോദ്യങ്ങളിൽ വരുന്ന ഒരു വിഭാഗമാണ് കൊതുകുകളും അവയും പരത്തുന്ന രോഗങ്ങളും എന്ന് പറയുന്ന ഒരു ഏരിയ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. ഇനി അടുത്ത് നോക്കിക്കോടാ, രണ്ടാമത് പഠിക്കുന്ന കൊതുക് ക്യൂലെക്സ് കൊതുക്. അതായത് സൂര്യാസ്തമനത്തിനും സൂര്യ ഉദയത്തിന്റെയും ഇടയിലായിട്ട് വന്ന് കടിക്കുന്ന കൊതുകാണ്. അതായത് ശരിക്കും സന്ധ്യാസമയത്ത് കടിച്ചു തുടങ്ങുന്ന കൊതുകാണ്. ക്യൂ നിൽക്കുമ്പോൾ നമ്മുടെ കാലിൽ മുട്ടിന്റെ താഴെ, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ക്യൂലെക്സിന്, മുട്ടിന്റെ താഴെയാണ് അവൻ കൂടുതലായിട്ട് കടിക്കുന്നത്. ക്യൂലെക്സ് കൊതുക് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ നോക്കാം. ഒന്നാമത്തത് മന്തുണ്ട്, രണ്ടാമത്തത് വെസ്റ്റ് നൈൽ പനിയുണ്ട്, അതുപോലെ സെന്റ് ലൂയിസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖവും, അതുപോലെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖവും, അഞ്ചാമത് തുലാരീമിയ എന്ന് പറയുന്ന, അതും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പേരായിരിക്കാം, പക്ഷെ അത് പഠിച്ചു വെക്കണം. തുലാരീമിയ എന്ന് പറയുന്ന ഒരു അസുഖവും. ശ്രദ്ധിക്കണേ, പല LGSന്റെ പരീക്ഷയുടെ പൊതുജനാരോഗ്യത്തിലും ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊക്കെ സ്ഥിരമായിട്ട് കീഴ്വഴക്കം പോലെ പഠിച്ചു വയ്ക്കുന്ന ചില സാധനങ്ങളുണ്ട്. ആ സാധനങ്ങളെ വിട്ടിട്ട് ചിലത് ചോദിച്ചു കണ്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം പോയിന്റുകളിലൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. തുലാരീമിയ എന്നൊരു അസുഖം, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, സെന്റ് ലൂയിസ് എൻസെഫലൈറ്റിസ്, വെസ്റ്റ് നൈൽ രോഗം, മന്ത് എന്നിവയാണ് ക്യൂലെക്സ് കൊതുക് പരത്തുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം അനോഫിലസ് കൊതുക്. അനോഫിലസ് കൊതുകിൽ ഒരാളെ ഭാഗ്യം ഓർത്തു വെച്ചിരുന്നാൽ മതി, മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? അത് അനോഫിലസ് കൊതുകാണ്. ഇത് മിക്കവാറും രാത്രി സമയത്താണ് എന്ത് ചെയ്യുന്നത്, കൊതുകുകൾ കടിക്കുന്നത്. ഈ കൊതുകുകൾ അനോഫിലസ് കൊതുക് കടിക്കുന്ന ടൈം എപ്പോഴാണ്? രാത്രി സമയത്താണ് അനോഫിലസ് കൊതുക് കടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ അനോഫിലസ് കൊതുക് പരത്തുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് മലേറിയ ആണ് എന്നതും നിങ്ങൾ മറക്കരുത്. ഇനി നോക്കടാ, കൊതുകുകൾ എന്ന് പറയുന്ന സാധനം ഒരു പൊതുവായ ബേസായിട്ടുള്ള കാര്യമാണ്. ഈ കൊതുക് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ കടിക്കുന്നതെന്ന് പറയുന്നത് ഒന്നുകിൽ അവൻ ആരാണോ, ഇപ്പം നമ്മളാണല്ലോ ഇര, അപ്പോൾ ആ ഇരയുടെ നമ്മുടെ ശ്വാസം, നമ്മുടെ വിയർപ്പ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് കൊതുക് എന്ത് ചെയ്യുന്നത്, നമ്മളെ കടിക്കാനായിട്ട് വരുന്നത് എന്നതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ കൊതുകെന്ന് പറയുന്നത് പല സമയത്തും എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്വാസത്തിൻ്റെയോ നമ്മുടെ വിയർപ്പിൻ്റെയോ അതുപോലെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയൊക്കെ അളവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മളെ കടിക്കാൻ വരുന്നത് എന്നതുകൂടി മനസ്സിലാക്കണം. ഈ ഏരിയയിൽ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കൊതുകുമായി ബന്ധപ്പെട്ട ഈ ഏരിയയിൽ ചോദ്യം, അന്നത്തെ ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഓപ്ഷനിൽ വന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതും എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അടുത്ത നോക്കടാ, ഒരു കറണ്ട് ഫാക്ട്സ് നോക്കടാ. രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ, രാജ്യത്ത് ആദ്യമായി സ്ത്രീലിംഗത്തിൽ പൂർണ്ണമായിട്ടും തയ്യാറാക്കിയ നിയമമാണ് കേരള പൊതുജനാരോഗ്യ ആക്ട് 2023 എന്ന് പറയുന്നത്. കേരള പൊതുജനാരോഗ്യ ആക്ട് 2023 എന്ന് പറയുന്നത് രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീലിംഗത്തിൽ പൂർണ്ണമായിട്ടും തയ്യാറാക്കിയ ഒരു നിയമമാണ്. അപ്പൊ ഇതിനു മുന്നേ ഏതൊക്കെ നിയമങ്ങൾ ഉണ്ടായിരുന്നു നോക്കടാ. തിരുവിതാംകൂർ കൊച്ചി മേഖലയിൽ ബാധകമായ 1955 ട്രാവങ്കൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ടും, അതുപോലെ മലബാർ മേഖലയിൽ ബാധകമായ 1939 വന്ന മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടും, ഈ രണ്ട് ആക്ടുകൾക്കും പകരമായിട്ട് ബാധകമാകുന്ന, കേരളം മൊത്തത്തിൽ ബാധകമാകുന്ന ഒരു പുതിയ നിയമമാണ് 2023 ഡിസംബർ 1 നിലവിൽ വന്ന കേരള പൊതുജനാരോഗ്യ ആക്ട് 2023 എന്ന് പറയുന്ന. അതിന്റെ ചരിത്രം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഈ വാർത്ത നമ്മുടെ പത്രത്തിൽ വന്ന വാർത്തയുടെ കട്ടിംഗ് ഒന്ന് എടുത്ത പോയിന്റാണ്. തിരുവിതാംകൂർ കൊച്ചി മേഖലയിൽ ബാധകമായ 55 ട്രാവങ്കൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ടും മലബാറിൽ ബാധകമായ മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടിനും പകരം കേരളം മൊത്തത്തിൽ കൊണ്ടുവന്ന ആക്ടിന്റെ പേരാണ് കേരള പൊതുജനാരോഗ്യ ആക്ട് 2023 എന്ന് പറയുന്നത്. 2023 ഡിസംബർ 1 ഈ ആക്ട് നിലവിൽ വന്നത് എന്ന പോയിന്റ് കൂടി അവിടെ മനസ്സിലാക്കുക. സമയം കളയണ്ട. ഇതിനകത്തുള്ള ഈ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ഓപ്ഷനകത്ത് സംയോജിത ശിശു വികസന സേവന പദ്ധതി, ദേശീയ ആരോഗ്യ നയം, അതുപോലെ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം എന്നിങ്ങനെ ഓപ്ഷൻ കിടപ്പുണ്ടല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 ചോദ്യം നോക്കടാ. അത് ഓർത്തു വെച്ചിട്ട് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാറുണ്ട്. സംയോജിത ശിശു വികസന സേവന പദ്ധതി ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് 1975. പഠിച്ചു വെച്ചോ. സംയോജിത ശിശു വികസന സേവന പദ്ധതി ആരംഭിച്ച വർഷം 1975. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആരോഗ്യ നയം രൂപീകരിച്ചത് 1983. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ആരോഗ്യ നയം എപ്പോഴാണ്? 1983 മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം,
ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് എന്നെന്ന് ചോദിച്ചാൽ 2005 ഏപ്രിൽ 12 ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം എന്ന് പറയുന്നത് 2005 ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം 2005. ഇനി ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിയമം ശ്രദ്ധിച്ചു പഠിച്ചോ, 1956 കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ നിയമം ആരംഭിച്ചത് എന്നാ മക്കളെ 1956 മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും വർഷങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നോക്കി വെച്ചോ. അടുത്തടുത്ത പരീക്ഷകൾക്ക് പൊതുജനാരോഗ്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപയോഗപ്പെടും. അടുത്ത ചോദ്യം നോക്കടാ, കറണ്ട് ഫാക്ട്സ്. ഏത് ഗവേഷണ സ്ഥാപനമാണ് ലബോറട്ടറിയിൽ സമീകൃതമല്ലാത്ത സാംക്രമികമല്ലാത്ത നിപ്പ വൈറസ് പോലുള്ള കണികകൾ സൃഷ്ടിക്കുന്നതിനുള്ള മാർഗം വികസിപ്പിച്ചെടുത്തത്? നോക്കടാ, നമ്മളെ നാട്ടിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന കോവിഡ് കഴിഞ്ഞാൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്നു പൊക്കോണ്ടിരിക്കുന്ന ഒരു അതിഥിയാണ് നിപ്പ എന്ന് പറയുന്നത്. ആ നിപ്പയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് ഏതോ ഒരു ഗവേഷണ സ്ഥാപനം ലബോറട്ടറിയിൽ സാംക്രമികമല്ലാത്ത, അതായത് പകരാത്ത നിപ്പ വൈറസിന്റെ കണികകളെ സൃഷ്ടിക്കാൻ ഒരു മാർഗം വികസിപ്പിച്ചെടുത്തു. അവന്റെ പേരാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി തുടങ്ങാനുള്ള കാരണം എന്താ മക്കളെ? 2018 നിപ്പ വന്നില്ലേ? ആ നിപ്പ വൈറസ് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി വന്നത്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന സ്ഥലം എവിടെയാ? തിരുവനന്തപുരത്തുള്ള തോന്നക്കൽ എന്ന് പറയുന്ന ഭാഗത്താ. തിരുവനന്തപുരത്തുള്ള തോന്നക്കൽ എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത് നിലവിൽ വന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നിലവിൽ വന്നത്. അതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് 2018 നിപ്പ ബാധയുടെ പശ്ചാത്തലത്തിലാണ് എന്നുകൂടി മനസ്സിലാക്കണം. വളരെ ഒരു നിലവാരമുള്ള ഒരു ഇന്റർനാഷണൽ സ്ഥാപനമായിട്ടാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നും മനസ്സിലാക്കുക. വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മളിപ്പോൾ പൂനെയിലാണ് സാധാരണ ഇവിടെയുള്ള പല ടെസ്റ്റിനുമുള്ള ടെസ്റ്റുകൾക്കുള്ള ഇത് ശേഖരിച്ചിട്ട് പൂനെയിലാണ് നമ്മൾ കൊടുത്തയക്കാറുള്ളത് പല അസുഖങ്ങൾക്കും. അതിനൊരു മാറ്റം വരാനും കേരളത്തിൽ അതിൻ്റെതായ ഒരു ഒരു ലാബ്, വൺ സെറ്റപ്പിലുള്ള ലാബ് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിക്കുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കണം. കേരളത്തിന്റെ ഈ ഹെൽത്ത് പ്രോഗ്രാം, അതിന്റെ പേരാണ് ജീവൻ രേഖ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കറണ്ട് അഫയർ ചോദ്യമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് 2016 ഈ ജീവൻ രേഖ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിക്കുന്നതെങ്കിലും 2023-24 കാലഘട്ടത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പത്രവാർത്തകൾ ഉണ്ടായിരുന്നു. ആ പത്രവാർത്തകൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. കാരണം അങ്ങനെ ഒരു പത്രവാർത്ത വന്നതുകൊണ്ട് മേ ബി അതെടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിന്റെ ഈ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്നത് ജീവൻ രേഖ എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. 2016 ഈ പദ്ധതി ആരംഭിക്കുന്നത്. എന്താണ് പിള്ളേരെ ഈ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ? ഒരാളുടെ ഫുൾ ഡീറ്റെയിൽസും, അതായത് അവന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും സർക്കാരിന്റെ അടുത്ത് ഇരിക്കുക എന്നതാണ് ജീവൻ രേഖ എന്ന പദ്ധതി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആലോചിക്കുന്നത്. നോക്കടാ, ഒരു പൗരൻ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്, എൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിലാണ് എൻ്റെ രേഖ ഉള്ളതെങ്കിൽ ഞാൻ ഒരു പക്ഷേ കോഴിക്കോടോ അല്ലെങ്കിൽ മലപ്പുറത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ പോകുന്ന സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു, ഞാൻ ഹോസ്പിറ്റലിലാക്കി. അപ്പോൾ എൻ്റെ പഴയ രേഖകൾ എടുക്കണമെങ്കിൽ ആ രേഖകൾ എന്തു പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിട്ട് അവിടുത്തെ ഡോക്ടറിന് ഫർദർ ട്രീറ്റ്മെന്റ് ചെയ്യാം. അത് കുറച്ചുകൂടി അനുകൂലമാണ്. അതാണ് നമ്മുടെ ജീവൻ രേഖ എന്ന് പറയുന്ന ഒരു പൗരൻ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്ന ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയൊക്കെ ഞാനത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഈ അടുത്ത് ലൈം ഡിസീസ് പ്രത്യക്ഷപ്പെട്ടത്? എന്താണ് ലൈം ഡിസീസ്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഈ അടുത്ത് ലൈം ഡിസീസ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം എറണാകുളം തന്നെയാണ് കേട്ടോ. ലൈം ഡിസീസ് പ്രത്യക്ഷപ്പെട്ടത്. ലൈം ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ലൈം ജ്യൂസ് കുടിച്ചാൽ ഉണ്ടാകുന്ന അസുഖമാണോ ലൈം ഡിസീസ് എന്ന് പറയുന്നത്? അല്ല, അതൊരു വ്യത്യസ്തമായ വെറൈറ്റി അസുഖമാണ്. നോക്കടാ, ലൈം ഡിസീസ് എന്ന് പറയുന്നത് എറണാകുളത്ത്
എറണാകുളത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇനി ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയെന്നുള്ളത് ചോദിക്കാതെ ലൈം ഡിസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊണ്ട് അതൊരു കറണ്ട് ഫാക്ട് ആയതുകൊണ്ട് അവിടെ നിന്ന് ലൈം ഡിസീസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലോട്ട് PSC വന്നാൽ അത് നമുക്ക് എഴുതാൻ പറ്റണ്ടേ മക്കളെ? അതിനാണ് നമ്മൾ ലൈം ഡിസീസിനെ കുറിച്ച് പഠിക്കുന്നത്. ലൈം ഡിസീസ് പരത്തുന്നത് അതിലേക്ക് കാരണമായത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേര് നോക്കടാ, ബൊറേലിയ ബർഗ്ഡോർഫെറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. എൻ്റെ പൊന്നോ, ഇതൊക്കെ നമ്മുടെ വായിക്കകത്ത് കയറുവോ? ഇതൊക്കെ തലമണ്ടക്കകത്ത് ഇരിക്കുവോ? ഇല്ല. നമുക്കൊന്ന് അതിനൊന്ന് നൈസായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ബൊറേലിയ, ബോറടിച്ചു, അതാലോചിക്ക്. ബൊറേലിയ ബോറടിച്ചപ്പോൾ എന്ത് ബുക്ക് ചെയ്തു? ബർഗർ ബുക്ക് ചെയ്തു. ബർഗർ ബുക്ക് ചെയ്തത് എന്ത് ഡെലിവറിയാ? ഡോർ ഡെലിവറിയാണ്. അപ്പം ബർഗർ, ഡോറ്, ആകപ്പാടെ പുതുതായിട്ട് പഠിക്കാനുള്ളത് ഫെറി എന്നൊരു വാക്കും മാത്രമാണ്. ബോറടിച്ചു, ബർഗർ ബുക്ക് ചെയ്തു, വന്നത് എങ്ങനെ? ഡോറിലൂടെ. ഡോർ അല്ലേ, ഡോർ ഡെലിവറി. അപ്പം ബൊറേലിയ, ബർഗ്, ഡോർ, ഫെറി, ബറേലിയ, ബൊറോലിയ, ബൊറേലിയ, ബൊറേലിയ. ബൊറോട്ട ആലോചിച്ചാലും മതി, മറക്കല്ലേ. ആ പേരൊന്ന് ഫെമിലിയർ ആക്കി വെച്ചോ. ഇതൊരു ബാക്ടീരിയ പരത്തുന്ന അസുഖമാണ്. ഈ അസുഖത്തിന്റെ കാരണമെന്ന് പറയുന്നത് ടിക്ക് എന്ന് പറയുന്ന ഒരു വസ്തു, ഒരു ജീവിയാണ്. നമ്മൾ ഉറുമ്പ്, ഈച്ച, അതുപോലെ കൊതുക് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്? ടിക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ടിക്ക് കടിക്കുമ്പോൾ ടിക്ക് പരത്തുന്ന അസുഖമാണ് ലൈം ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ലൈം എന്ന പേരെങ്ങനെ കിട്ടി? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു പട്ടണമാണ് ലൈം. അവിടെയാണ് ഇതാദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ ആ അസുഖത്തിന് ലൈം എന്ന പേര് വന്നത്. നേരത്തെ ഉഗാണ്ടയിലെ ഒരു നഗരത്തിന്റെ പേര് നമ്മൾ പഠിച്ചു, നൈല്. അതുപോലെ തന്നെയാണ് ഇവിടെയും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ലൈം ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്ത്? ഒരു ബാക്ടീരിയ പരത്തുന്ന അസുഖമാണ്. അതിനെ പരത്തുന്നത് ടിക്ക് എന്ന് പറയുന്ന ഒരു പരാതമാണ്, ഒരു ഷഡ്പദമാണ്. അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ചുണങ്ങ് വരിക എന്നുള്ളത്. ആ കടി കൊണ്ട ഭാഗത്ത് ചെറിയ ചുണങ്ങുകൾ വരിക എന്നുള്ളതാണ്. ഇതിന്റെ പേര് വരാൻ കാരണം യുണൈറ്റഡ് സ്റ്റേറ്റിലെ ലൈം എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ പേര് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ലൈം ഡിസീസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ അവിടെ സ്ഥലമുണ്ട്. എവിടെയാണ്? നമ്മുടെ എറണാകുളത്താണെന്ന് മനസ്സിലാക്കണം. നൈൽ നദിയുമായി ബന്ധപ്പെട്ട നൈൽ എന്ന് പറയുന്ന അസുഖവും അവിടെ തന്നെയാണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നു, സമയം കളയണ്ട. അടുത്ത വാർത്തയെ കണ്ട ഡെങ്കി ആൾ എന്താണ്? ഡെങ്കി ആൾ എന്താണ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം ഡെങ്കിയുടെ വാക്സിനാണ് ഡെങ്കി ആൾ എന്ന് പറയുന്നത്. ഒരു ഡെങ്കി വാക്സിൻ, അതായത് പുതുതായി കണ്ടെത്തിയ ഒരു ഡെങ്കി വാക്സിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഡെങ്കി ആള് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡെങ്കിപ്പനി ഉണ്ടല്ലോടാ, ആ ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഒരു വാക്സിന്റെ നിർമ്മാണമാണ്. അത് അവസാന ഘട്ടത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട്, മെഡിക്കൽ റിസർച്ച് ഉണ്ട്, അതായത് ICMR എന്ന് പറയും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് ഉണ്ടല്ലോ, ആ മെഡിക്കൽ റിസർച്ചിന്റെ സഹായം കൊണ്ട്, അതുപോലെ ഒരു പനാസിയ എന്ന് പറയുന്ന ഒരു കമ്പനിയും. അപ്പം നമ്മൾ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, കോവിഡുമായി ബന്ധപ്പെട്ട വാക്സിനുകൾ ഇറങ്ങുന്ന സമയത്ത് ആ വാക്സിന്റെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പേരുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും പോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെയായിരിക്കും ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പൊ അത്തരം ചാൻസിൽ ഒരു ചോദ്യം വന്നാൽ ഇവിടെ നമുക്ക് മുങ്ങിപ്പോകരുത്. ഇവിടെ നമ്മൾ ഓർക്കണം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അല്ലെങ്കിൽ ICMR എന്ന് പറയുന്ന ഇന്ത്യയിലെ സ്ഥാപനവും പിന്നെ അതുപോലെ മരുന്ന് കമ്പനിയായ പനാസിയയും കൂടെ ചേർന്നിട്ടാണ് ഈ വാക്സിൻ എന്ത് ചെയ്യുന്നത്? വികസിപ്പിക്കുന്നത്. അതിന്റെ 3ാം ഘട്ട പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഇനി അത്ര ഞാൻ വന്ന പത്രവാർത്ത നിങ്ങൾക്ക് അവിടെ കൊടുത്തേക്കുന്നു. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ജസ്റ്റ് ഇതിന്റെ PDF നമ്മൾ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിനകത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ അതെടുത്ത് നിങ്ങൾ വിശദമായിട്ട് എന്ത് ചെയ്താൽ മതി? കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ മതി. ഇനി നോക്കടാ, 2 വാക്സിൻ, അതായത് ആഗോളതലത്തിൽ ഈ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, WHO, 2 വാക്സിനെ അംഗീകരിച്ചിട്ടുണ്ട്. ആ 2 വാക്സിൻ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ക്യൂഡെങ്ക, ഡെങ്കിയുടെ ഒന്നാമതാണ് ക്യൂഡെങ്ക, രണ്ടാമത്തത് ഡെങ്ക് വാക്സിയ. അപ്പൊ ക്യൂഡെങ്ക എന്നും ഡെങ്ക് വാക്സിയയും 2 വാക്സിനുകളാണ്. എന്തുമായി ബന്ധപ്പെട്ട വാക്സിനാണ് എന്ന് ചോദിച്ചാൽ ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട വാക്സിനാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ക്യൂ എന്ന് പറയുന്നത് ഞാനൊരു ഒരു സ്പേസ് കൊടുത്തു, അതുപോലെ ഡെങ്കിന്റെ കഴിഞ്ഞിട്ടൊരു സ്പേസ് കൊടുത്തിട്ടാണ് വാക്സിയ. യഥാർത്ഥത്തിൽ ഈ സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് എന്ത് വാക്സിൻ ആണ് എന്നുള്ളത് കേട്ടിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ അതിനെ തരം തിരിച്ചപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി, ക്യൂ ഡെങ്ക. അപ്പൊ ഡെങ്കി, കുടങ്ക എന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ വായിക്കുന്നത്. അതുപോലെ ഡെങ്ക് വാക്സിയ, അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി, ഡെങ്കിയുടെ വാക്സിനാണ് ഡെങ്കു വാക്സിയ. അപ്പൊ ക്യൂ ഡെങ്കായും ഡെങ്ക് വാക്സിയായോ എന്ന് പറയുന്നത്
ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഒരു വാക്സിനാണ്. ഇന്ത്യയിൽ മൂന്നാം ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന വാക്സിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡെങ്കി ആളെന്ന് പറയുന്നത്. ഇതിന് ഇന്ത്യയിൽ ആരുടെ സഹകരണം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ടതാണ് എന്നതും മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ലോകാരോഗ്യ സംഘടന നയമനുസരിച്ച് ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യം എന്ന നിലയിൽ 1000 പേർക്ക് എത്ര കിടക്കകളാണ് നിർദ്ദേശിക്കപ്പെടുന്നത്? അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 1000 പേർക്ക് 3 കിടക്ക വെച്ച് വേണമെന്നാണ് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 1000 പേർക്ക് 3 കിടക്ക എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ത്യയിൽ 2.4 ദശലക്ഷം കിടക്ക കൂടി ഇനി ഈ കണക്കനുസരിച്ച് വേണം എന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഇന്ത്യക്ക് ഇനിയും എത്ര കിടക്കകൾ വേണം? 2.4 ദശലക്ഷം കിടക്കകൾ വേണം എന്നുള്ള പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷകളുടെ ചോദ്യത്തിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് അത് എടുത്ത് ഇതും ഒരു പത്രവാർത്തയിൽ വന്നത്. അതായത് ഇന്ത്യ 2.4 ദശലക്ഷം കിടക്കകൾ വേണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്തയുടെ പിന്നാമ്പുറം പോയപ്പോഴാണ് മനസ്സിലാകുന്നത് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു കണക്കുണ്ട്. 1000-3 പേർ എന്ന് പറയുന്ന ഒരു കണക്ക്. ആ കണക്കാണ് നമ്മളോട് പറഞ്ഞ് ഇത്തരം കണക്കുകൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആശാ വർക്കറുമായി ബന്ധപ്പെട്ടിട്ട് 1000 പ്രവർത്തകർക്ക് എത്ര ആശാ വർക്കർ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടന അടുത്തിടെ ഏത് നഗരത്തിലാണ് മെർസ്കോവിന്റെ പുതിയ സംഭവം റിപ്പോർട്ട് ചെയ്തത്? ആ സ്ഥലം എന്ന് പറയുന്നത് അബുദാബിയ. പക്ഷെ നമ്മൾ അത് മാത്രമല്ല പഠിക്കേണ്ടത്, എന്താണ് മെർസ്കോവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതുകൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. മക്കളെ, എന്താണ് മെർസ്കോവ് എന്ന് പറയുന്നത്? അതായത് സാർസ്, മെർസ്, COVID-19 കേട്ടോ. ഏതൊക്കെയാണ് അസുഖങ്ങളുടെ പേര്? സാർസ് ഉണ്ട്, അതുപോലെ മെർസ് എന്നൊരു അസുഖമുണ്ട്, അതുപോലെ COVID-19. ഇത് മൂന്നും എന്ത് കാരണമുണ്ടാകുന്ന? കൊറോണ വൈറസ് കാരണമുണ്ടാകുന്ന മനുഷ്യനെ ബാധിക്കുന്ന 3 അസുഖങ്ങളാണ്. കൊറോണ വൈറസ് കാരണം മനുഷ്യനെ ബാധിക്കുന്ന 3 അസുഖങ്ങളാണ്. ഒന്ന് സാർസ്, രണ്ടാമത്തത് മെർസ്, മൂന്നാമത്തത് COVID-19. ഈ 3 അസുഖങ്ങളിലെ മെർസിന്റെ വൈറസിന്റെ പേരാണ് മെർസ്കോവ് എന്ന് പറയുന്നത്. അപ്പൊ മെർസിന്റെ വൈറസിന്റെ പേരാണ് മെർസ്കോവ് എന്ന് പറയുന്നത്. ഈ മെർസ്കോവിനെ അബുദാബിയിൽ ഈ അടുത്ത് എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ ആദ്യമായി മെർസ്കോവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മെർസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ചോദിച്ചാൽ അത് സൗദി അറേബ്യയാണ്. 2012 ആദ്യമായിട്ട് മെർസ്കോവ് 2 എന്ന് പറയുന്ന വൈറസിനെ കണ്ടെത്തിയ രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. ഇപ്പോൾ ഈ അടുത്ത് കണ്ടെത്തിയ സ്ഥലം ചോദിച്ചാൽ നമുക്ക് അബുദാബി എന്ന് പറയാം. മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നാണ് മെർസിന്റെ ഫുൾ ഫോം കേട്ടോ മക്കളെ. മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നറിയപ്പെടുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്? മെർസ് എന്ന് പറയുന്നത്. അപ്പൊ മെർസ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് പറയുന്നു. ഈ മെർസിന്റെ വൈറസിന്റെ പേരാണ് മെർസ്കോവ് എന്ന് പറയുന്നത്. സാർസിന്റെ വൈറസിന്റെ പേര് സാർസ് കോവ് എന്നും മെർസിന്റെ വൈറസിന്റെ പേര് മെർസ്കോവ് എന്നും COVID-19 വൈറസിന്റെ പേര് സാർസ് കോവ് 2 എന്നുമാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കടാ, ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം. സാർസിന്റെ വൈറസിന്റെ പേരെന്ന് പറയുന്നത് സാർസ് കോവ്, മെർസിന്റെ വൈറസ് എന്ന് പറയുന്നത് മെർസ് കോവ്, COVID-19 വൈറസ് എന്ന് പറയുന്നത് സാർസ് കോവ് 2 എന്നാണ് അറിയപ്പെടുന്നത്. അത് 3 പഠിച്ചു വെച്ചോ കേട്ടോ. അപ്പോൾ അബുദാബിയിലാണ് ഇത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സൗദി അറേബ്യയിലാണ്. ഇതിന് കാരണമാകുന്നത് ഒരു ടൈപ്പ് കൊറോണ വൈറസുകളാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് മനുഷ്യനിൽ കൊറോണ വൈറസ് കാരണമുണ്ടായ 3 പ്രധാനപ്പെട്ട അസുഖങ്ങളാണ്. ഒന്ന് സാർസ്, 2 മെർസ്, 3 COVID-19 എന്ന് പറയുന്നത്. സാർസിന്റെ വൈറസിന്റെ പേര് സാർസ് കോവ് എന്നും മെർസിന്റെ വൈറസിന്റെ പേര് മെർസ്കോവ് എന്നും COVID-19 വൈറസിന്റെ പേര് മെർസ്കോവ് 2 എന്നുമാണ്. ഇത് 3 എന്തുമായി ബന്ധപ്പെട്ട വൈറസാണ്? കോവിഡുമായി ബന്ധപ്പെട്ട വൈറസാണ് എന്നതും കൂടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ സോറി, കോവിഡുമായിട്ടല്ല, കൊറോണയുമായി ബന്ധപ്പെട്ട വൈറസാണ് എന്നത് മനസ്സിലാക്കണം. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ നമ്മൾ ആ വർഷം പറഞ്ഞു 2012 സൗദി അറേബ്യയിലാണ് സംഭവിച്ചത്. അടുത്ത ചോദ്യം നോക്കടാ. ലോകാരോഗ്യ സംഘടന ഈയിടെ RTS-AS01 അല്ലെങ്കിൽ മോസ്ക്യൂറിക്സ്
എന്ന് പറയുന്ന ഒരു വാക്സിൻ അംഗീകരിക്കപ്പെട്ടത് താഴെ പറയുന്നതിൽ ഏത് രോഗത്തിനെതിരെയാണെന്നാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം മലേറിയയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഇടക്കാലത്താണ് നമുക്ക് എന്ത് വന്നത്, വാക്സിൻസ് വന്നത്. ആ വാക്സിൻസിനെ കുറിച്ച് മാത്രം നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ ഞാൻ വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട മലേറിയയുടെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. കറണ്ട് ഫാക്ട്സ് ആയിട്ടുള്ള 2 കാര്യം പറയാം. മലേറിയയ്ക്ക് 2 വാക്സിനാണ് ഇപ്പം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തത് മോസ്ക്യൂറിക്സ് അല്ലെങ്കിൽ RTS-AS01 എന്ന് പറയുന്നതും, രണ്ടാമത്തത് R21 അല്ലെങ്കിൽ മെട്രിക്സ് എം എന്ന് പറയുന്ന ഒരു വാക്സിനും. ഈ മെട്രിക്സ് എം എന്ന് പറയുന്ന വാക്സിൻ 2023 അംഗീകാരം കിട്ടിയത്. മെട്രിക്സ് 1ഉം അതുപോലെ മോസ്ക്യൂറിക്സും എടുത്തു നോക്കിയാൽ ഏറ്റവും ഫലപ്രദമായ മലേറിയ വാക്സിൻ എന്ന് പറയുന്നത് രണ്ടാമത് അംഗീകാരം കിട്ടിയ മെട്രിക്സ് എമ്മിനാണ്. അപ്പൊ മെട്രിക്സ് എമ്മിന് രണ്ടാമതാണ് അംഗീകാരം കിട്ടിയത്. ആ മെട്രിക്സ് എമ്മിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഫലപ്രാപ്തി കൂടിയ മലേറിയയുടെ വാക്സിനാണ് എന്തെന്ന് പറയുന്നത്, മെട്രിക്സ് എം എന്ന് പറയുന്നത്. ഇനി മെട്രിക്സ് എമ്മും ഇന്ത്യയും തമ്മിലൊരു ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ കൊറോണ പറഞ്ഞപ്പോ, അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടുത്തെ പ്രശ്നമല്ലല്ലോ, ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കൂടി പങ്കാളിത്തത്തോടെയാണ് മെട്രിക്സ് എമ്മിന്റെ ഗവേഷണവും അതിന്റെ ഉൽപാദനവും ഒക്കെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ മെട്രിക്സ് എമ്മുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ സ്ഥാപനമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മറക്കണ്ട. ക്ലിയർ ആണല്ലോ? അപ്പോൾ 2 വാക്സിൻ ഏതൊക്കെയാണ്? ഒന്ന് മോസ്ക്യൂറിക്സ് എന്ന് പറയുന്ന വാക്സിനും രണ്ടാമത്തത് മെട്രിക്സ് എം എന്ന് പറയുന്ന വാക്സിനും. ഇതിൽ ആദ്യം അംഗീകാരം കിട്ടിയ വാക്സിൻ മോസ്ക്യൂറിക്സ്, രണ്ടാമത്തെ അംഗീകാരം മെട്രിക്സ് എമ്മിന്. എന്നാൽ ഈ രണ്ടാമത് അംഗീകാരം കിട്ടിയതാണ് ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും ഫലപ്രദമായ എന്തിന്റെ വാക്സിൻ എന്ന് പറയുന്നത്, മലേറിയയുടെ വാക്സിൻ എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ് ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. 2024 ഇന്ത്യ ഒരു പൊതുജനാരോഗ്യ പ്രശ്നത്തിൽ നിന്നും ഒഴിവാക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കപ്പെട്ട രോഗം അല്ലെങ്കിൽ തുടച്ചു നീക്കപ്പെട്ടു എന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കപ്പെട്ട രോഗത്തിന്റെ പേരാണ് ട്രക്കോമ എന്ന് പറയുന്ന അസുഖം. എന്താണ് മക്കളെ ട്രക്കോമ? ട്രക്കോമ ബാധിക്കുന്നത് എവിടെ? കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ട്രക്കോമ. LGSന്റെ PYQ ആണ് കേട്ടോ. കണ്ണിനെ ബാധിക്കുന്ന അസുഖമാണ് ട്രക്കോമ എന്ന് പറയുന്നത്. ട്രക്കോമയ്ക്ക് കാരണം ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ എന്ന് ചോദിച്ചാൽ ട്രക്കോമയ്ക്ക് കാരണം ബാക്ടീരിയ ആണ് എന്ന് മനസ്സിലാക്കണം. ഏത് ബാക്ടീരിയ ആണെന്ന് കൂടി പേരൂടെ പഠിക്കണ്ടേ? എളുപ്പമുള്ള പേര്, അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാം. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണാറില്ലേ? അതൊക്കെ കണ്ണുകൊണ്ടല്ലേ കാണുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയുടെ മീഡിയ, അതിന്റെ ഇപ്പുറത്തായിട്ട് ഒരു ക്ലാ കൂടെ കൊടുത്താൽ നമ്മുടെ ബാക്ടീരിയ ആയി ക്ലമീഡിയ. ഒരു ഗ്യാപ്പ് കൊടുത്ത് അങ്ങ് പഠിച്ചോ. ക്ലമീഡിയ ട്രക്കോമാറ്റിസ് എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. ബാക്ടീരിയയുടെ പേരെന്താ മക്കളെ? ക്ലമീഡിയ. പഠിച്ചെടുത്തോ. ക്ലമീഡിയ. എന്താണ് ആ ബാക്ടീരിയയുടെ പേര്? ക്ലമീഡിയ. നോക്കടാ, കണ്ണുകളെ ബാധിക്കുന്ന ബാക്ടീരിയ പരത്തുന്ന വൈറസ് രോഗമാണ് ബന്ധമെന്ന് പറയുന്നത് ട്രക്കോമ. ക്ലമീഡിയ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഇത് പരത്തുന്നത്. ചികിത്സിച്ചില്ലെങ്കിൽ മാറ്റാനാവാത്ത അന്ധതയ്ക്ക് കാരണമാകുന്നതാണ്. ലോകത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മരണത്തിന് കാരണമാകുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറയുന്നത്, ട്രക്കോമ എന്ന് പറയുന്നത്. കണ്ണിനെ ബാധിക്കുന്ന 2 അണുബാധകളാണ്. ഒന്ന് ചെങ്കണ്ണ്, രണ്ടാമത്തത് ട്രക്കോമ. മറക്കണ്ട, കണ്ണിനെ ബാധിക്കുന്ന 2 അണുബാധകളാണ്. ഒന്ന് ചെങ്കണ്ണ്, രണ്ടാമത്തത് ട്രക്കോമ. മറക്കണ്ട. ട്രക്കോമയുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കുന്ന അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച പൊതുജനാരോഗ്യ പരിപാടി നമ്മൾ പഠിക്കുന്നു. അതാ പൊതുജനാരോഗ്യം. എന്താ മക്കളെ പൊതുജനാരോഗ്യം എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ? പൊതുജനാരോഗ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി സർക്കാരോ സർക്കാർ ഇതര NGO സംഘടനകളോ ചെയ്യുന്ന പ്രവർത്തികളെയാണ് നമ്മൾ എന്തിനകത്തുൾപ്പെടുത്തുന്നത്? പൊതുജനാരോഗ്യത്തിനകത്തുൾപ്പെടുത്തുന്നത്. വാക്സിനേഷൻ നമുക്ക് തരുന്നെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അതും പൊതുജനാരോഗ്യത്തിൽ വരും. വീട്ടിൽ ആശാ വർക്കർ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? ഇടയ്ക്കിടയ്ക്ക് ആരോഗ്യവകുപ്പ് എന്ന് വരാറില്ലേ? വീട്ടിൽ നിങ്ങൾ കൊതുക് കൃഷി നടത്തുന്നുണ്ടോ എന്നറിയാനായിട്ട് ഇല്ലേ? വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ അവർ ചെക്ക് ചെയ്യും. ഇല്ല എന്നും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കമഴ്ത്തി കളയാൻ പറയും അല്ലേ? കമഴ്ത്തി വെള്ളം കളയാനായിട്ട് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാ? പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ പദ്ധതികളാ. ക്ലിയർ ആണോ? അതാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലോകാരോഗ്യ സംഘടന സേഫ് എന്ന് പറയുന്ന ഒരു പൊതുജനാരോഗ്യ പരിപാടി എന്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കടാ. എന്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നു? ട്രക്കോമയുമായി ബന്ധപ്പെട്ട്. സേഫ് എന്ന് പറഞ്ഞാൽ എന്ത്? സേഫിലെ S എന്ന് പറഞ്ഞാൽ സർജറി.
എ എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക്, എഫ് എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ ക്ലീൻനെസ്, ഇ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഇംപ്രൂവ്മെന്റ്സ്. അതായത് ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് അസുഖം വന്നാൽ പരിഹരിക്കാനും, രണ്ടാമത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് അതായത് 3ഉം 4ഉം അസുഖം വരാതിരിക്കാൻ നിന്റെ എൻവയോൺമെന്റിനെ ഇംപ്രൂവ് ചെയ്യുക, അതായത് പരിസരം ശുദ്ധിയാക്കുക. 2 ഫേഷ്യൽ ക്ലീൻനെസ്, മുഖം ശുദ്ധിയായി സൂക്ഷിക്കുക. ഈ 2 കാര്യവും നിന്റെ ട്രക്കോമ വരാതിരിക്കാൻ സഹായിക്കും. എന്നാൽ മക്കളെ, ട്രക്കോമ വന്നാൽ 2 രീതിയിൽ പരിഹരിക്കാം. ഒന്ന് സർജറിയിലൂടെ പരിഹരിക്കാം, 2 ആന്റിബയോട്ടിക്കുകളെ ഉപയോഗിച്ച്. ട്രക്കോമയുമായി ബന്ധപ്പെട്ട ആന്റിബയോട്ടിക്കിന്റെ പേര് അസിത്രോമൈസിൻ. രോഗങ്ങൾ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ട മെഡിസിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ, അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നോക്കി വെക്കണം. അവിടെ ഓർക്കണം, അതുമായി ബന്ധപ്പെട്ട ആന്റിബയോട്ടിക്കിന്റെ പേരാണ് അസിത്രോമൈസിൻ. അപ്പോൾ സേഫ് എന്ന പദ്ധതി അല്ലെങ്കിൽ ട്രക്കോമയുമായി ബന്ധപ്പെട്ട ആന്റിബയോട്ടിക്കിന്റെ പേരാണ് അസിത്രോമൈസിൻ. എന്തുകൊണ്ടാണ് ഇവിടെ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് കിട്ടി. എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? കാരണം ഇതൊരു ബാക്ടീരിയ പരത്തുന്ന അസുഖമാണ്. ബാക്ടീരിയ നശിപ്പിക്കാനാണ് നമ്മൾ ആന്റിബയോട്ടിക്കുകളെ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ടാണ് അവിടെ ആന്റിബയോട്ടിക്കിന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. കാരണം ഇതൊരു ബാക്ടീരിയ പരത്തുന്ന അസുഖമായതുകൊണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത് നോക്കണം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്ത്? ആ പദ്ധതിയുടെ പേരാണ് ശലഭം എന്ന് പറയുന്ന പദ്ധതി. പഠിച്ചു വെച്ചോ, അതിനകത്ത് വേറെ പറയാനൊന്നുമില്ല. അടുത്തത്, ഒരു ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിലവിൽ വരുന്ന ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് കാടാമ്പുഴ ദേവസ്വം ഡയാലിസിസ് സെന്റർ ആണ് കേട്ടോ. കാടാമ്പുഴ ദേവസ്വം ഡയാലിസിസ് സെന്റർ നമ്മുടെ ഈ ഒരു ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിലവിലുന്ന ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് സെന്റർ ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. എന്ന് പറയാൻ പ്രത്യേകിച്ച് പറയാനില്ലാത്തതുകൊണ്ടാണ്. പ്രസവാനന്തരം രക്തസ്രാവം കൃത്യമായി മനസ്സിലാക്കി ഇടപെടാൻ വേണ്ടിയുള്ള ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സയുടെ പേരാണ് ഈ മോട്ടീവ് എന്ന് പറയുന്നത്. പ്രസവാനന്തരം രക്തസ്രാവം കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനെ ഇടപെടാൻ വേണ്ടിയുള്ള ലോകാരോഗ്യ സംഘടനയുടെ ചികിത്സയുടെ പേരാണ് ഈ മോട്ടീവ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അതവിടെയും വേറെ ഒന്നുമില്ല. അടുത്തുണ്ട്, ലോകാരോഗ്യ സംഘടനയുടെ ടാപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടനയുടെ ടാപ്പ് പദ്ധതി നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അത്രയും മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, കേരളത്തിൽ എവിടെ എന്നുകൂടി നമ്മൾ പഠിക്കണം. അതായത് തൃശ്ശൂരിലെ ആളൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഈ പദ്ധതിയുടെ പൈലറ്റ് അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ തുടക്കം എന്ന് പറയുന്നത് പരീക്ഷണം നടത്തിയത്. തൃശ്ശൂരിലെ ആളൂർ പഞ്ചായത്തിനെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ കേരളമാണ്. കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആളൂർ എന്ന് പറയുന്ന ഭാഗത്താണ്. ഇനി നോക്കടാ, ലോകാരോഗ്യ സംഘടന ഭിന്നശേഷി മേഖലയെ നടപ്പാക്കുന്ന ടാപ്പ് പദ്ധതി. ടാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രെയിനിങ് ഇൻ അസിസ്റ്റീവ് പ്രോഡക്റ്റ്. ട്രെയിനിങ് ഇൻ അസിസ്റ്റീവ് പ്രോഡക്റ്റ് നടത്തിപ്പിനായി ദേശീയതലത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ നിപ്മർ എന്ന് പറയുന്ന സംഘടനയെ ചുമതലപ്പെടുത്തി. ഇന്ത്യയിൽ കേരളമാണ്, കേരളത്തിൽ തൃശ്ശൂരാണ്, തൃശ്ശൂരിൽ ആളൂർ എന്ന് പറയുന്ന ഭാഗത്താണ് ഏത് പദ്ധതി? ടാപ്പ്, ട്രെയിനിങ് ഇൻ അസിസ്റ്റീവ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന പദ്ധതി നടക്കുന്നത് എന്നത് മനസ്സിലാക്കുക. അപ്പോൾ പർട്ടിക്കുലർ സ്ഥലം കൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവാ കേരള ലക്ഷ്യം കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്ത്. വിവാ കേരള പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ? വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. അതാ വളർച്ചയിൽ നിന്നും വളർച്ചയിലേക്കോ? വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ കേരള സർക്കാരിന്റെ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് അനീമിയുമായി ബന്ധപ്പെട്ടത്. അനീമിയുമായി ബന്ധപ്പെട്ട പദ്ധതി എന്താ? ഇത്രയേ ഉള്ളൂ. 15 മുതൽ 59 വയസ്സ്, ശ്രദ്ധിക്കണേ, 15 മുതൽ 59 വയസ്സുവരെയുള്ള പെൺകുട്ടികളെയും അമ്മമാരെയും അല്ലെങ്കിൽ സ്ത്രീകളെയും അനീമിയ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി ഇല്ലാതാക്കണം. ഇതിനായി ബന്ധപ്പെട്ട പരിപാടിയുടെ പേരാണ് വിവാ കേരളം എന്ന് പറയുന്ന പരിപാടി. എങ്ങനെ? 15നും 59 വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ എന്നിവരിൽ അനീമിയ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണം. ഈ പദ്ധതിയുടെ പേരാണ്
വിവാ കേരളം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ ആണോ? ഈ പദ്ധതി പ്രകാരം ആദ്യമായി അനീമിയ വിമുക്തമായ പഞ്ചായത്ത് എന്നാണ് നമ്മുടെ ചോദ്യം. അത് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പോൾ ആദ്യ പഞ്ചായത്ത് മൈലപ്ര, എവിടെ? പത്തനംതിട്ട ജില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. 15 മുതൽ 59 വയസ്സ് വരെയുള്ള. ക്ലിയർ ആണല്ലോ? വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്നതാണ് ആ പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. രക്തദാനത്തിനായി അവധി അനുവദിച്ച ആദ്യത്തെ സർവകലാശാല ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരള സർവകലാശാലയാണ്. രക്തദാനത്തിനായിട്ട് അവധി അനുവദിച്ച ആദ്യ സർവകലാശാല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രക്തദാനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ രക്തദാനം ചെയ്യാനുള്ള മഹാമനസ്കത കൊണ്ടല്ല, ക്ലാസ് കട്ട് ചെയ്യാമല്ലോ എന്നുള്ള മഹാമനസ്കത കൊണ്ട് ഇറങ്ങിപ്പോയ ആൾക്കാരാ നമ്മളിൽ പലരും, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ, കേരള സർവകലാശാലയുടെ കീഴിലുള്ള കുട്ടികൾക്ക് രക്തദാനം ചെയ്യാനായിട്ട് ഒരു ദിവസം പോകാം. ആ ദിവസം അവർക്ക് അവധിയും കിട്ടും, അറ്റൻഡൻസും കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് അവർക്ക് അവധിയുണ്ട്, അവർക്ക് അറ്റൻഡൻസും ഉണ്ട്. ഇനി മറ്റൊരു കാര്യമുണ്ട്. 3 മാസത്തിലൊരിക്കൽ അവർക്ക് ഓരോ അവധി എടുക്കാം. പക്ഷെ ചുമ്മാ പറഞ്ഞിട്ട് കള്ളത്തനം പറഞ്ഞ് പോകാൻ പറ്റൂല. ആശുപത്രിയിൽ നിന്ന് അതിന്റെ രേഖകൾ കിട്ടണം. അപ്പോൾ രക്തം ദാനം ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഇന്ന് രക്തം ദാനം ചെയ്താൽ അടുത്ത 3 മാസത്തിന് ശേഷം വീണ്ടും ഒന്നുകൂടി ചെയ്യാമല്ലോ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഓരോ 3 മാസവും ഓരോ അവധി വെച്ചെടുക്കാവുന്ന ഒരു ആനുകൂല്യമാണ് എന്തിന് കൊടുത്തിട്ടുള്ളത്? കേരള സർവകലാശാല രക്തദാതാക്കൾക്ക് കൊടുത്തിട്ടുള്ളത്, അവിടുത്തെ സ്റ്റുഡൻസിന്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കടാ. ജീവിതശൈലി രോഗങ്ങളെ നേരിടാൻ ലോകബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങളെ നേരിടാൻ വേണ്ടി ലോകബാങ്കിന്റെ സഹായത്താൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ആ പദ്ധതിയുടെ പേരാണ് കേരള കേരള ഹെൽത്ത് സിസ്റ്റം ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ്, ഓപ്ഷൻ എ, കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്ന് പറയും. ഈ പ്രോഗ്രാമിന്റെ കാര്യം നോക്കടാ. 2024 to 2029 വരെയുള്ള 5 വർഷം. ഈ 5 വർഷത്തിൽ പൊതുജനാരോഗ്യത്തെ സമഗ്ര മാറ്റം കൊണ്ടുവരാനായി ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പദ്ധതിയുടെ പേരാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഏകദേശം 3000 കോടിയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നീക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 900 കോടി കേരള സർക്കാർ കൊടുക്കും, ബാക്കി ലോകബാങ്കിന്റെ സഹായം. അപ്പോൾ ഇത്തരം സംഭവങ്ങൾക്ക് വേണ്ട മെഷീൻസും അത്തരം കാര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതും കൂടി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി 2020 ജൂലൈയിൽ മെഡിസെപ്പിൽ ഉൾപ്പെടുത്തിയ 2 അസുഖം കൂടിയുണ്ട്. ഒന്ന് കോവിഡ്, രണ്ടാമത്തത് ഡെങ്കിപ്പനി. അപ്പോൾ 2023 ജൂലൈയിൽ മെഡിസെപ്പ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് ഒന്ന് കോവിഡും രണ്ടാമത്തത് ഡെങ്കിപ്പനി എന്ന് പറയുന്ന അസുഖം. അപ്പോൾ കോവിഡും ഡെങ്കിപ്പനിയും 2023 മെഡിസെപ്പിൽ ഉൾപ്പെടുത്തി. സ്വാഭാവികമായിട്ട് എന്താണ് മെഡിസെപ്പ് എന്നുകൂടി ഒന്ന് അറിയാത്തവർക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് സർക്കാർ ജീവനക്കാർക്കും അതുപോലെ പെൻഷൻകാർക്കും ഉണ്ടല്ലോ, അവർക്ക് ഒരു സർക്കാർ തലത്തിൽ കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി. ഒരു 3 ലക്ഷം രൂപ പ്രതിവർഷം അവർക്ക് ആനുകൂല്യം കിട്ടുന്നതാണ്. പക്ഷേ പൈസയായിട്ട് വാങ്ങിക്കാൻ പറ്റൂല, അതല്ലാതെ സേവനമായിട്ടാണ് അത്. നമുക്ക് ആശുപത്രി അഡ്മിറ്റ് ആയി കിടന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പൈസയ്ക്ക് പകരം അവിടെ കിട്ടുന്ന ഒരു സംവിധാനമാണിത്. പിന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് ദി ഓറിയന്റ് ഇൻഷുറൻസ് കമ്പനിയാണ് കേട്ടോ. ഓറിയന്റ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്? സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ഉള്ളവർക്കും ഒക്കെ ഉള്ള ഒരു ഒരു ഇൻഷുറൻസ് പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ കവറേജ് എന്ന് പറയുന്നത് പെർ ഇയർ 3 ലക്ഷം രൂപയാണ് എന്നതും മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നമുക്ക് 2023 കറണ്ട് ഫാക്ട്സിനോട് വരുന്നതാണ്. അടുത്ത് നോക്കടാ. 2021 ഓഗസ്റ്റിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യമേത്? നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഒന്നേ ഉള്ളൂ, പ്ലേഗ് എന്നുള്ളതല്ലാതെ പ്ലേഗിനകത്തുള്ള വകതിരിവുകൾ നമ്മൾ പലർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചുപേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ബ്യൂബോണിക് പ്ലേഗ്? അതായത് 2023 ചൈനയിലാണ് ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നോക്കാം. പ്ലേഗ് എന്ന് പറയുന്നത് ഒരു ജന്തുജന്യ രോഗം അല്ലെങ്കിൽ സൂണോസിസ് ഡിസീസ് എന്ന് പറയും. മൃഗത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത് സൂണോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജന്തുജന്യ രോഗമാണ് പ്ലേഗ് എന്ന് പറയുന്നത്. പ്ലേഗ് പരത്തുന്ന ബാക്ടീരിയയുടെ പേര് ചോദിച്ചാൽ എർസീനിയ പെസ്റ്റിസ്. എർസീനിയ, നിങ്ങൾ സീനിയർ എന്ന് കേട്ടിട്ടില്ലേ? സീനിയ എന്നിട്ട് എർ. അപ്പോൾ ആദ്യം സീനിയർ എന്ന് എഴുതിയതിൻ്റെ ആദ്യത്തെ ഭാഗം, രണ്ടാമത്തെ ഭാഗം എർ സീനിയ. സീനിയറിനെ തിരിച്ചിട്ടാൽ മതി, എർ സീനിയ. മനസ്സിലാക്കി പഠിക്കണേടാ.
ബാക്ടീരിയയുടെ പേര് ഇങ്ങനെ ചില ട്രിക്കിലൂടെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമേ. യെർസീനിയ, യെർസീനിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഇത് പരത്തുന്നത്. എലിച്ചെള്ള് എന്നിവ ഇതിന്റെ കാരണക്കാരാണ്. എലിച്ചെള്ളിലൂടെയാണ് നമുക്കിത് പകരുന്നത്, അല്ലെങ്കിൽ വെക്ടർ എന്ന് പറയുന്നത് എലിച്ചെള്ളാണ്. അപ്പോൾ പ്ലേഗിന്റെ വെക്ടർ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് എലിച്ചെള്ളാണെന്ന് മനസ്സിലാക്കുക. ഇനി പ്ലേഗ് 3 തരം പ്ലേഗാണ്. ഒന്ന് ന്യൂമോണിക് പ്ലേഗ്, ശ്വാസകോശത്തെ ബാധിക്കുന്ന പ്ലേഗ് ന്യൂമോണിക് പ്ലേഗ്. ബ്യൂബോണിക് പ്ലേഗ്, സാധാരണ പ്ലേഗാണ് ബ്യൂബോണിക് പ്ലേഗ്. അത് ശരിക്കും നമ്മുടെ ലിംഫ് എന്ന് പറയുന്ന സംവിധാനം, ലിംഫ് വാഹികളൊക്കെ ഉണ്ടല്ലോ, ലസിക മാളം എന്നൊക്കെ പറയുന്ന ആ ലിംഫിനെ ബാധിക്കുന്നതാണ്. അതുപോലെ സെപ്റ്റിസെമിക് പ്ലേഗ് എന്ന് പറയുന്നത് ഇത് രക്തത്തിൽ പ്ലേഗിന്റെ ബാക്ടീരിയകൾ അധികരിക്കുന്ന അല്ലെങ്കിൽ പെരുകുന്ന ഒരു കണ്ടീഷനാണ് സെപ്റ്റിസെമിക് പ്ലേഗ് എന്നും നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ പ്ലേഗ് വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചില്ലെങ്കിലും പ്ലേഗ് 3 തരമുണ്ട്. ഒന്ന് ന്യൂമോണിക് പ്ലേഗ് ഉണ്ട്, ബ്യൂബോണിക് പ്ലേഗ് ഉണ്ട്, സെപ്റ്റിസെമിക് പ്ലേഗ് ഉണ്ട്. മനസ്സിലാക്കുക, പ്ലേഗ് പരത്തുന്നത് ബാക്ടീരിയയാണ്. എർസീനിയ എന്ന് പറയുന്ന സീനിയർ ആലോചിക്കുക. ഇതൊരു പ്ലേഗ് എന്ന് പറയുന്നത് ഒരു ജന്തുജന്യ രോഗം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യത്തിന്റെ അവയവമാറ്റ ചരിത്രത്തിൽ ആദ്യമായി ജില്ലാതല സർക്കാർ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എവിടെ എന്ന് ചോദിച്ചാൽ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് 2023 മക്കളെ. ഇതൊക്കെ കറണ്ട് ഫാക്ട്സ് പഠിച്ചു വെച്ചോ. രാജ്യത്തിന്റെ അവയവമാറ്റ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജില്ലാതല സർക്കാർ ആശുപത്രിയിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണെന്ന് മനസ്സിലാക്കണം. അടുത്ത് നോക്ക്, രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്നറിയപ്പെടുന്നത് കക്കോടി കുടുംബാരോഗ്യ, കക്കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടാണ് കക്കോടി. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന് പറഞ്ഞാൽ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. എന്താണടാ ഈ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന് പറയുന്നത്? നോക്കടാ, കോഴിക്കോട് ജില്ലയിലെ കക്കോടി ആരോഗ്യ കേന്ദ്രത്തിൽ ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം തടയാനായി മാർഗനിർദ്ദേശപ്രകാരം 10 ലക്ഷ്യങ്ങൾ നേടണം. അങ്ങനെ ആ 10 ലക്ഷ്യം നേടിയ ആശുപത്രികളെയാണ് നമ്മൾ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് കണക്കാക്കുന്നത്. അതായത് ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം കുറയ്ക്കാനായിട്ട് 10 മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 10 മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആശുപത്രികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളായിട്ട് വിളിക്കുന്നത്. സംഭവം പിടികിട്ടിയോ? ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട 10 മാനദണ്ഡങ്ങൾ ഇറക്കി. ഈ 10 മാനദണ്ഡങ്ങളുമായി പാലിക്കുന്ന ആശുപത്രികളെ വിളിക്കുന്ന പേരാണ് ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. കേരളത്തിലെ, നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എന്ന് പറയുന്നത് കോഴിക്കോടുള്ള കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡും പറയുന്നുണ്ട്, കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ഏതാണ്? ആ വാക്സിന്റെ പേരാണ് ഇക്സ്ചിക് എന്ന് പറയുന്നത്. ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഇക്സ്ചിക് എന്ന് പറയുന്നത്. ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെയുള്ള ആദ്യത്തെ വാക്സിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഇക്സ്ചിക്. ചിക്കൻ ഗുനിയ രോഗത്തിനെതിരെയുള്ള ലോകത്തിലെ ആദ്യത്തെ വാക്സിനാണ് ഇക്സ്ചിക് എന്ന് പറയുന്ന വാക്സിൻ എന്ന് മനസ്സിലാക്കുക. അവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വാക്സിൻ 18 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർക്കാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്. ഈ ചിക്കൻ ഗുനിയയ്ക്ക് കാരണമാകുന്ന വൈറസിന്റെ പേര് ചിക്കു അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ വൈറസ് എന്നാണ് കേട്ടോ. ആൽഫ വൈറസ് ജനുസിൽപ്പെടുന്ന, സാധാരണ പൊതുവെ ആൽഫ വൈറസ് എന്നും പറയാറുണ്ട്. ആൽഫ വൈറസ് എന്നൊരു ജനുസിൽപ്പെടുന്ന ഒരു RNA വൈറസ് ആണിത്. ഇവന്റെ കറക്റ്റ് പേര് ചിക്കൻ ഗുനിയ വൈറസ് അല്ലെങ്കിൽ ചിക്കു വൈറസ് എന്നാണ് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ അവിടെ അതും കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കടാ. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗത്തിൽ നിന്നും വിമുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ച ജില്ല. അപ്പൊ പദ്ധതിയുടെ പേര് അക്ഷയ ജ്യോതിയാണ്. ഈ ജ്യോതി പദ്ധതി ആരംഭിച്ച ജില്ല ചോദിച്ചാൽ നമ്മുടെ ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ് കേട്ടോ. ഏത് ജില്ലയാണ്? പാലക്കാടാണ് കേട്ടോ. ഇവിടെ ആൻസർ വരെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുക. പാലക്കാട് ജില്ലയാണ്. അത് മാറിപ്പോയതാ. അപ്പോൾ പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗത്തിൽ നിന്നും വിമുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അക്ഷയ ജ്യോതി പദ്ധതി ആരംഭിച്ച ജില്ല ഏത് ജില്ലയാണടാ? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയെക്കുറിച്ച് നോക്കടാ. പാലക്കാട് ജില്ലയിലെ പട്ടിക വർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തമാക്കാനുള്ള പദ്ധതി പാലക്കാടിലെ അട്ടപ്പാടിയിലാണ് ആരംഭിച്ചത്. അതുപോലെ അട്ടപ്പാടിയിലാണെങ്കിലോ അഗളി, ഷോളയാറ്, പുതൂർ, വണ്ടാഴി, കിഴക്കഞ്ചേരി, മുതലമട എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ആദ്യം തെരഞ്ഞെടുത്ത്. അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല, ജസ്റ്റ് പത്രവാർത്ത കൊണ്ടുവന്നേ ഉള്ളൂ. അവിടെ നിങ്ങൾ ഓർക്കേണ്ട വാക്കുകൾ ഇതാണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് പരിശോധിക്കുന്നത്. എവിടെ? പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി വരെയെങ്കിലും നിങ്ങൾ പോ.
പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഏത് പദ്ധതി പ്രകാരം, അക്ഷയ ജ്യോതി പദ്ധതി പ്രകാരം പരിശോധിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലുള്ള 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് എന്തുമായി ബന്ധപ്പെട്ടിട്ട് പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗത്തിൽ നിന്ന് വിക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അക്ഷയ ജ്യോതി പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയുള്ള കുട്ടികളെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പരിശോധിച്ചിട്ട് അവർക്ക് അസുഖമില്ല എന്ന് ഉറപ്പാക്കുക. ഇതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കടാ. 2023 ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡിന്റെ വകഭേദത്തിന്റെ പേര് നോക്കടാ. JN1 എന്നാണ് അതിന്റെ പേര് കേട്ടോ. JN1 മറക്കല്ലേ, ഇത് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ 2023 ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡിന്റെ വകഭേദമാണ് JN1 എന്ന് പറയുന്ന സംഭവം. ക്ലിയർ ആണല്ലോ. തിരുവനന്തപുരത്താണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തിരുവനന്തപുരം കരകുളം എന്ന് പറയുന്ന ഭാഗമാണ്. തിരുവനന്തപുരത്തുള്ള കരകുളം എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഈ അസുഖം എന്ത് ചെയ്യപ്പെട്ടത്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന JN1 എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ലോകത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം ലക്സംബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എവിടെയാണ്? ലക്സംബർഗ്. ലോകത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം ലക്സംബർഗ് ആണ്. അതുപോലെ നമ്മളെ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? ഡിസംബറിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡിന്റെ വകഭേദമാണ് JN1 എന്ന് പറയുന്നത്. തിരുവനന്തപുരത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നതും ഒന്ന് മനസ്സിലാക്കിയേക്കാം. അടുത്ത് നോക്കടാ. ഏത് വർഷമാണ് ഇന്ത്യ സീറോ ലെപ്രസി എന്ന ലക്ഷ്യത്തിലെത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഏത് വർഷമാണ് ഇന്ത്യ സീറോ ലെപ്രസി, അതായത് ഇന്ത്യയിൽ ലെപ്രസി സീറോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ എത്തിക്കാൻ പ്രയത്നിക്കുന്ന വർഷം ഏതെന്ന ചോദ്യം? ഉത്തരം 2030 എന്നാണ്. ഒന്നുകൂടി ഒരു കാര്യം കൂടി പറയാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ലോക രാജ്യങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 2030 നമുക്ക് എന്ത് വരണം? സീറോ ലെപ്രസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, വേൾഡ് സീറോ ലെപ്രസി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ 2030 ഇന്ത്യ സീറോ ലെപ്രസി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലെത്താൻ ശ്രമിക്കുന്നു. അവിടെ ഒരു 2 കാര്യം മനസ്സിലാക്കണം. 2020 അതായത് കഴിഞ്ഞ വർഷം മുതൽ 2027 വരെയുള്ള അവരുടെ പ്രയത്നം എന്തെന്ന് പറഞ്ഞാൽ കുട്ടികളിലെ രോഗപ്പകർച്ചയെ 0-ലെത്തിക്കണം. കുട്ടികളിലെ രോഗപ്പകർച്ചയെ 0-ലെത്തിക്കണം. 2030 ആവുമ്പോഴും മുതിർന്നവർക്കുൾപ്പെടെ ഈ രോഗപ്പകർച്ചയെ 0-ലെത്തിക്കണം. മനസ്സിലായ? അപ്പോൾ 2023 മുതൽ 27 കുട്ടികളിലെ ഈ രോഗപ്പകർച്ചയെ 0-ലെത്തിക്കാനും 2030 മുതിർന്നവരിലും എത്തിച്ചിട്ട് അങ്ങനെ 2030 നമുക്ക് എന്ത് പ്രഖ്യാപിക്കണം? സീറോ ലെപ്രസി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. അടുത്ത് നോക്കിയേ. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ RCC തിരുവനന്തപുരത്താണ് കേട്ടോ. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. അത് നമ്മുടെ എവിടെയാണ്? RCCയിലാണ്. അപ്പോൾ എന്തിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ RCC എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്യാൻസറുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ആണെന്നറിയാം. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പത്രവാർത്തയിൽ വന്നത് വൃക്കയിൽ വന്നൊരു ക്യാൻസറുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റിലാണ് ഈ റോബോട്ടിക് സംവിധാനത്തെ ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്നുകൂടി നിങ്ങളൊന്ന് ഓർമ്മയിലിരിക്കട്ടെ കേട്ടോ. അപ്പോൾ അത് എന്തുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ നിന്നുമാണ് ഇതിന് തുക നമ്മൾ എന്ത് ചെയ്തത്? മാറ്റിയത്. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ റോബോട്ട് വാങ്ങിക്കാനുള്ള തുക നമ്മൾ വക മാറ്റിയത് എവിടെ നിന്നാണ്? റീബിൽഡ് കേരള പദ്ധതിയിൽ നിന്നാണ് എന്നതുകൂടി മനസ്സിലാക്കുക. അടുത്തത്, ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്. എന്താണ്? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം കാരണം രോഗാണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി കിട്ടുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ മരുന്നിൻ്റെ രൂപത്തിൽ ആന്റിബയോട്ടിക്കുകൾ ഒരുപാട് എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടില്ല എന്നതാണ്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ അമൃത് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഓഫ് ടോട്ടൽ ഹെൽത്ത് ആരംഭിച്ചു. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം 2024 തന്നെ പൂർണ്ണമായി നിർത്തലാക്കണം എന്നതാണ് ലക്ഷ്യം. അതായത് ഇപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ മറ്റുമൊക്കെ നമുക്കൊരു സ്വഭാവമാണ്, നമുക്ക് എന്തെങ്കിലും ചെറിയ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ ഓടിച്ചിട്ട് ചേട്ടാ 2 ആന്റിബയോട്ടിക്, ജലദോഷമാണ്, മൂക്കടപ്പാണെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരന് ഒരു കുഞ്ഞു ഡോക്ടറാണ് മെഡിക്കൽ സ്റ്റോറുകാരൻ, പുള്ളിക്കാരൻ എടുത്തു കൊടുക്കും. ചില ആൾക്കാരെ കാണുമ്പോഴേ പൊതിഞ്ഞു വയ്ക്കും, ഇവ ഇതിനാണ് പറഞ്ഞതെന്നറിയാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്തരം സംവിധാനങ്ങൾ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം അമിതമാകുന്നത് നമുക്കൊരുപാട് ഭാവിയിൽ ഒരുപാട് ദോഷം ഉണ്ടാക്കും. രോഗാണുക്കളെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പം വരുന്ന അസുഖങ്ങൾ മാറാത്തൊരു സാഹചര്യം വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ അമൃത് പദ്ധതി പ്രകാരം ഈ പരിശോധന നടക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ കുറിപ്പടി ഇല്ലാതെ ഒരു മെഡിക്കൽ സ്റ്റോറുകാരനും അല്ലെങ്കിൽ ഒരു മരുന്ന് കടക്കാരനും ഇത് കൊടുക്കാൻ പാടില്ല. അപ്പം ചോദിക്കാതെ നമ്മൾ ചോദിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ചോദിക്കാതെ വരും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കാൻ ശ്രമിക്കും. മനസ്സിലായോ? ഇതാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2024 ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമേത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം കാബോ വെർദെ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യമാണ്. അപ്പോൾ 2024 ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യമാണ് കാബോ വെർദെ എന്ന് പറയുന്ന രാജ്യം കേട്ടോ. കാബോ വെർദെ എന്ന് പറയുന്ന രാജ്യം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ശരിക്കും 2023-24 വർഷങ്ങളിലെ ഈ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട പരമാവധി ക്വസ്റ്റ്യൻസിനെ കളക്ട് ചെയ്യാനും അതിൻ്റെ എക്സ്ട്രാ പോയിന്റ്സുകൾ കണ്ടെത്താനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുക, കണ്ട് ഇഷ്ടപ്പെട്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെയായിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക്. അപ്പോൾ ആ ടെലഗ്രാമിൻ്റെ ലിങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത് ഈ ശനിയാഴ്ച നടക്കുന്ന പരീക്ഷയ്ക്ക് എഴുതുന്ന ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ വ്യാഴാഴ്ച ദിവസം ഒരു മാരത്തൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും കൃത്യമായിട്ട് എല്ലാവരും പങ്കെടുക്കുക. അതിനകത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട ബയോളജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.